ഞാൻ വായ്പൂര് ചക്കാലക്ക് നടുവയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും ഒരു മുഴയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനിവിടെ വന്നിരുന്ന് ആരാധന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഴ എടുത്ത് നിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതനുസരിച്ച് അടുത്ത നാളിൽ ഇത് സ്കാൻ ചെയ്തപ്പോഴേക്കും ആ മുഴ അവിടെ കാണുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ അവൾക്ക് സൗദിയിലേക്ക് പോകാനുള്ള എല്ലാ വിസ വരെ ശരി വന്നിട്ടും 1 മാസമായിട്ടും ടിക്കറ്റ് ഓക്കെ ആകുന്നില്ലായിരുന്നു. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു, ഇവിടെ ഒന്ന് വിഷമിച്ചു. അപ്പോൾ അച്ഛന്മാരെല്ലാം പറഞ്ഞു അവർ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രാർത്ഥനാ സഹായം ഇവിടെ എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു. 1 മാസമായപ്പോഴേക്കും അവൾക്ക് ടിക്കറ്റ് ഓക്കെ ആയി. അവൾ പോയി നല്ലൊരു ജോലി പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ശമ്പളവും ആദ്യത്തേത് കിട്ടി. ഈശോന് 1000 നന്ദി സ്തുതി. അവർക്ക് പ്രാർത്ഥിച്ച എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി നന്ദി. ദശാംശവും ഈ അമ്മകളുടെ സന്തോഷത്തോടെ തൻ്റെ ആദ്യ ശമ്പളത്തിൻ്റെ ഓഹരി ഇവിടെ എത്തിച്ചിട്ടുമുണ്ട്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസത്തോടുകൂടി രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവം നമ്മൾ തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചു. കർത്താവ് എല്ലാവരെയും സുഖപ്പെടുത്തുന്നവനാണ്. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളം ഉണ്ടായിരിക്കും. അവൻ രോഗികളുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും, രോഗികൾ സുഖപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ച് കുർബാനയുടെ മുൻപായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. നമ്മുടെ 12 അപ്പസ്തലന്മാരെ നമ്മൾ പ്രത്യേകമാകുന്ന അമ്മ 12 അപ്പസ്തലന്മാരുടെ നടുവിൽ നിൽക്കുന്ന ഈശോയുടെ കൂടെ ദിവ്യകാരുണ്യം സംവഹിച്ച് നിൽക്കുന്ന അമ്മ. ആ അമ്മയെ 12 അപ്പസ്തലന്മാരെയും മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് എല്ലാ ക്രിസ്ത്യ ശിഷ്യന്മാരും വിശ്വാസികളാകണമെന്നും അവർ പ്രാർത്ഥിക്കുന്നവരാകണമെന്നും അവർ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അംഗീകരിച്ച മറിയത്തെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസമേറ്റ് പറയാൻ ഒരുങ്ങുകയാണ്. ഇടയ്ക്ക് സാക്ഷ്യങ്ങൾ പറയുവാനായിട്ട്